ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്തിൻ്റെ വസതി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ സന്ദർശനം നടത്തും. സാവരിയെ കൊലപ്പെടുത്തിയ സദറുൽ ആനം നിരന്തരം മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചിരുന്നു. ഇതിന് വഴങ്ങാത്തതിനെ തുടർന്നായിരുന്നു കൊലപാതകമെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തി. സദറുൽ അനലിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയിരുന്നതായും തലക്കേറ്റ മാരകക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, നമുക്കറിയാം നാടിനെ ഒട്ടാകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് സാവരിയയുടെ മരണം. ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു. അവിടെ ഡോക്ടറാകാൻ ആഗ്രഹിച്ച് അങ്ങോട്ടേക്ക് പോയതാണ്. അവിടെ സഹപാഠിയായ ഒരാൾ, അതും മലപ്പുറം സ്വദേശിയായ പെരിന്തൽമൺ സ്വദേശിയായ അസറുൽ അന്നം എന്ന് പറയുന്ന ക്രൂരനായ ഒരാൾ നിർബന്ധപൂർവം ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു. നടക്കാതെ വന്നപ്പോൾ കൊലപ്പെടുത്തിയ സംഭവമാണ്. അതുപോലെ ആ വീട്ടിലേക്ക് പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ആരും അങ്ങോട്ടേക്ക് എത്തിയതായി നമ്മൾ കാണുന്നില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ഈ വോട്ട് ബാങ്കിൻ്റെ കാരണത്താലാവാം മറ്റ് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നാട്ടിലുള്ളൊരു പ്രതിഷേധമൊക്കെ എങ്ങനെയാണ് സുധീഷ്? വിനോദശ്വതി, നമുക്കറിയാം കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇത്തരത്തിൽ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് മലയാളിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെടുന്നത്. അത് സഹപാഠിയായ പെരിന്തൽമണ്ണ സ്വദേശി ഈ സദറുൽ അനം എന്ന വിദ്യാർത്ഥി തന്നെയാണ് കൊലപ്പെടുത്തുന്നത്. അതും മതപരിവർത്തനത്തിന് വഴങ്ങാഞ്ഞതിനെ തുടർന്നുള്ള ഒരു പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമായത് എന്നതാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ അതിക്രൂരമായ മർദ്ദനമാണ് ഈ വിദ്യാർത്ഥിനി ഏറ്റുവാങ്ങിയത്. സദറുൽ നിരന്തരം മർദ്ദിച്ചു എന്നതാണ് മനസ്സിലാവുന്നത്. ശരീരമാസകലം മർദ്ദനമേറ്റ ക്ഷതങ്ങളുടെ പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ തലക്കേറ്റ ഗുരുതരമായ ക്ഷതം അതുതന്നെയാണ് മരണകാരണമെന്നും പ്രീ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ആസൂത്രിതമായി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കൊലപാതകം, അതിന് പിന്നിൽ ബോധപൂർവമുള്ള മതപരിവർത്തന ശ്രമം, അതിനൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ജിഹാദി ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ വളരെ ആസൂത്രിതമായ ഒരു നീക്കങ്ങളായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ. അത്തരത്തിൽ ഇതിന് സമാനമായ നിരവധി അനുഭവങ്ങൾ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായതും അനിൽ വിളയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ ബോധപൂർവം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇല്ലായ്മ ചെയ്യുക, അതും മികച്ച വിദ്യാഭ്യാസം ഒക്കെ നേടുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു കൊലപാതകമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. അതിനപ്പുറം ഇത്രയും ക്രൂരമായി ഒരിക്കലും ഒരു സഹപാഠിയെ കൊല്ലാൻ മറ്റൊരു പ്രേരണയില്ലാതെ എങ്ങനെ സാധിക്കും എന്നത് തന്നെ ഇതിൻ്റെ പിന്നിൽ മറ്റ് പ്രേരക ശക്തികൾ കൂടിയുണ്ടോ, അവരുടെ വിവരങ്ങളടക്കം പുറത്തു വരണമെന്ന ആവശ്യമാണ് ബന്ധുക്കൾക്കായാലും ഈ മറ്റ് ഹൈന്ദവ സംഘടനകളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ ഈ വീട് സന്ദർശിക്കുന്നു, ബന്ധുക്കളെ കാണുന്നു, അവരെ ഒന്ന് സമാശ്വസിപ്പിക്കുക, അവരുടെ ഈ സങ്കടത്തിൽ പങ്കുചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് ശശികല ടീച്ചർ ഇന്ന് രാവിലെ 8:30 ആ വീട്ടിലേക്ക് എത്തും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഹരിപ്പാടിന് സമീപമാണ് ഈ വീട്. അവിടെയൊക്കെ 8:30 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം മാധ്യമങ്ങളെ കാണാനും ശശികല ടീച്ചർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ ഒരു കൂട്ടായി ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇന്ന് ശശികല ടീച്ചർ ഈ വീട് സന്ദർശിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. വിനോദ്, അശ്വതി. അതെ, സാവരിയ ബസന്ത് മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു. പഠിക്കാനായി ഉസ്ബെക്കിസ്ഥാനിൽ സ്വപ്നങ്ങളുമായി പറന്നു പോയതാണ്. മതവെറിയുടെ പേരിൽ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സാവരിയ എത്തി എന്നുള്ളതാണ്. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് പറഞ്ഞാൽ തീരുന്നതല്ല. ആ കുടുംബത്തിലേക്കാണ്, ജനപ്രതിനിധികളൊന്നും വരാതിരിക്കുന്ന ആ കുടുംബത്തിലേക്കാണ് ഇന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി എത്തുന്നത്. നാട്ടിൽ പ്രതിഷേധവും ശക്തമാണ്.